നമസ്കാരം. എൻ്റെ പേര് വിവേക്. എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. വരൂ ഹാർമോണിക്ക പഠിക്കാം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, ഇന്ന് 22 നവംബർ ഇന്ത്യൻ ഹാർമോണിക്ക ഡേ. അപ്പോൾ ഹാർമോണിക്കയുടെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചെറിയൊരു എപ്പിസോഡാണത്. തുടക്കം ഇൻട്രൊഡക്ടറി എപ്പിസോഡ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ആയിട്ട് പരിചയപ്പെടുത്തുന്നത് 10 ഹോൾ ഡയട്ടോണിക് ഹാർമോണിക്ക. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ സീന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് സി സ്കെയിൽ ഡയട്ടോണിക് ഹാർമോണിക്കാണ്. 10 ഹോൾ സി സ്കെയിൽ ഡയട്ടോണിക് ഹാർമോണിക്ക. ഡയട്ടോണിക് ഹാർമോണിക്ക ഇതിൽ ലിമിറ്റഡ് 10 ഹോളും പിന്നെ ലിമിറ്റഡ് നോട്ട്സ് ഇതിൽ കിട്ടുള്ളൂ. ഒരു ഒക്ടേവ് കംപ്ലീറ്റ് കിട്ടും. പിന്നെ താഴത്തെയും മുകളിലത്തെയും ഒക്ടേവ് പകുതിയായിട്ട് കിട്ടും. ഡയട്ടോണിക് ഹാർമോണിക്ക ഇന്ത്യൻ മ്യൂസിക്കിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഫുൾ നോട്ട് 12 നോട്ട് മുഴുവൻ കിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് വെസ്റ്റേൺ ഇതിൽ ബ്ലൂസ് വായിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഉപകരണമാണ് ഡയട്ടോണിക് ഹാർമോണിക്ക. പിന്നെ വേറെ ഒന്നുള്ള സെക്കൻഡ് ഒരു വെറൈറ്റിയൊക്കെയാണ് കൂടുതൽ ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു റേഞ്ച് കാണുന്നത് സി സ്കെയിൽ 24 ഹോൾ ട്രെമോളോ ഹാർമോണിക്ക. മൂന്നാമത്തെ ഒരു വെറൈറ്റി പിന്നെ കാണുന്നത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലാകുമ്പോൾ 24 ഹോൾ ക്രോമാറ്റിക് ഹാർമോണിക്ക. ഇതിൽ 24 ഹോളുണ്ട്. ഒരു സ്ലൈഡർ ഉണ്ട്. അപ്പോൾ സ്ലൈഡറിൻ്റെ എന്താ ഉപയോഗം എന്ന് ഞങ്ങൾ ഇതിൽ കാണാം. സ്ലൈഡർ പ്രസ് ചെയ്യാതെയും എന്താ വ്യത്യാസം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്ലൈഡർ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഹാഫ് നോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഋഷഭം വായിക്കുമ്പോൾ മനസ്സിലാക്കിയത് ഒരു ഹാഫ് നോട്ടിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ഈ ഡയട്ടോണിക് ഹാർമോണിക്ക ഇല്ലാത്ത ഒരു കാര്യമാണ് സ്കെയിൽ ചേഞ്ചർ അല്ലെങ്കിൽ സ്ലൈഡർ എന്ന് പറയും. പിന്നെ നാലാമത്തെ ഒരു വെറൈറ്റിയാണ് 12 ഹോൾ ക്രോമാറ്റിക് ഹാർമോണിക്ക. ഇതിലും ഒരു സ്ലൈഡർ ഉണ്ട്. അപ്പോൾ ഫുൾ 3 ഒക്ടേവ്സ് കിട്ടും. 3 ഒക്ടേവ് പിന്നെ 12 നോട്ട്സ് കിട്ടും. അപ്പോൾ ഈ 4 തരം ഹാർമോണിക്ക അതിലേതാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഏറ്റവും എളുപ്പം കിട്ടണത് ഈ 10 ഹോൾ ഡയട്ടോണിക് ഹാർമോണിക്ക ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വിൽക്കുന്ന സ്റ്റോറിൽ പോയാൽ കിട്ടും.
വലിയ വിലയില്ലാതെ 1000-ൻ്റെ അടുത്ത് 500-600-ൻ്റെ റേഞ്ചിൽ നല്ല ഒരു സ്റ്റാർട്ടിങ് റേഞ്ചിൽ ഇത് കിട്ടും. ഡയറ്റോണിക് ഹാർമോണിക്ക. ഇതിൽ നമുക്ക് നോട്ട്സ് വായിക്കാം, സിംഗിൾ നോട്ട്സ് വായിച്ച് പഠിക്കാം. പിന്നെ ഇവിടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആകുമ്പോൾ മറ്റേ ഹാർമോണിക്കയിലേക്ക് ഇങ്ങനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തന്നെ സമാപിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.